ആരാണ് ദൂതന്മാർ? ദൂത് അറിയിക്കുന്നവരാണ് ദൂതന്മാർ എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ദൈവത്തിൻ്റെ ദൂത് മനുഷ്യരെ അറിയിക്കുന്നവരെ ദൂതന്മാർ എന്ന് പറയുന്നു. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പുരോഹിതന്മാർ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതും ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പുരോഹിതന്മാരാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ. പുരോഹിതന്മാർ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ. അപ്പം പരിജ്ഞാനം ഉള്ളത് ആ ദൂതനിലാണ്. ആ ദൂതനിൽ നിന്നും നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിജ്ഞാനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ ദൂതനോട് ചോദിച്ച് പഠിക്കേണ്ടതുമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ദൂതനാണോ? 1 പത്രോസ് 2:9 പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് പത്രോസ് പറയുകയാണ്. അത് ക്രിസ്ത്യാനികളെപ്പറ്റി, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളെപ്പറ്റി പറയുകയാണ്. ആ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ സ്വന്തം ജനവും ദൈവത്തിൻ്റെ വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവും ആകുന്നു എന്ന്. ആ വർഗം എന്നുള്ളത് അന്ധകാരത്തിൽ നിന്ന് കിടന്ന മനുഷ്യരെ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ലോകത്തെ അറിയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത വർഗങ്ങളെന്നാണ്, രാജകീയ പുരോഹിത വർഗങ്ങളെന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ ആ രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പം നമ്മൾ ദൂതന്മാരാണ്. ഈ മലാഖിയിലെ ദൈവത്തിൻ്റെ പുരോഹിതന്മാരെ ദൂതൻ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ദൂതനെ അനുഗമിക്കുന്നവരും ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ലോകത്തെ അറിയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരും ദൂതന്മാർ ആണെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ